ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് പാർട്ട് 1 വീഡിയോ കാണാം. അതിന് പാർട്ട് 2 വീഡിയോ ആണ്, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എയ്ഡ്സ് വൈറസ് ഹാസ്, അതായത് നമ്മൾ കോമൺലി നമ്മൾ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഫസ്റ്റത്തെ പാർട്ടിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. HIV എന്ന് പറയുന്ന വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്, എയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആ വൈറസ് എന്താണ്, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. അതിൻ്റെ RNA ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് അത് RNA DNA ആക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള റെട്രോ വൈറസ് ആണ് അല്ലേ, അത് റിട്രോ വൈറസ് ആണ്. റിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, RNAന്ന് DNA ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് വൈറസിനെയാണ് നമ്മൾ റിട്രോ വൈറസുകൾ എന്ന് പറയുക. അപ്പോൾ റിട്രോ വൈറസിന് ഒരു എക്സാമ്പിൾ ആണ് എയ്ഡ്സ് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്രോ വൈറസ് ആണ്. ഇപ്പോൾ റിട്രോ വൈറസ് ആണ്, അതുപോലെ തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. മോസ്റ്റ് കോമൺലി എല്ലാ ലിവിങ് ബീയിങ്ങിനും DNA ആയിരിക്കും. DNA ഒരു സ്റ്റേബിൾ മോളിക്യൂളാണ്. അപ്പോൾ DNA ആയിരിക്കും മോസ്റ്റ് കോമൺലി എല്ലാ ലിവിങ് ബീയിങ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണാൻ പറ്റുക. ബട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും നമുക്ക് മോസ്റ്റ് കോമൺലി വൈറസുകളിലൊക്കെ കാണാൻ പറ്റും. സോ ഓപ്ഷൻ സി, സിംഗിൾ സ്റ്റാൻഡ് RNA എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കാൻ ബി അക്വയർഡ് ഫ്രം, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു അക്വയർഡ്, അതായത് നമ്മൾ ബോഡി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന സാധനമാണ് എന്താ, വാക്സിൻ എന്ന് പറയുന്നത്. വാക്സിൻസ് ആണ് എന്താ അതിൻ്റെ എക്സാമ്പിൾ. വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലി കൊടുക്കുന്നതാണ്. നമ്മുടെ ബോഡിയിൽ അത് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. അത് നമ്മൾ കൊടുത്തിട്ട് പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്താ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ക്യാൻ ബി അക്വയർഡ് ഫ്രം വാക്സിനേഷൻ. ഇനി നമുക്ക് സീരിയസ് ഇൽനെസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതിനെതിരെ റിയാക്ട് ചെയ്യും. ആ ബോഡി റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് ഉണ്ടാവുക, നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി റിപ്പീറ്റഡ് എക്സ്പോഷർ ടു സം മൈക്രോബ്സ്, അതായത് സം മൈക്രോബ്സിനെതിരെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡി എന്ത് ചെയ്യും, പാസീവ് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവും. ഇനി ട്രീറ്റ്മെൻറ്റ് വിത്ത് പെൻസിലിനുമായിട്ട് നമ്മൾ പെൻസിലിൻ എന്ന് പറയുന്ന പെൻസിലിൻ നൊട്ടേറ്റത്തിൽ നിന്ന് എടുക്കുന്ന നമ്മൾ ആ ഒരു ആൻറ്റിബയോട്ടിക്, അല്ലെങ്കിൽ ആ ആൻറ്റിബയോട്ടിക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലല്ല വെച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ, വാക്സിനേഷൻ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് അക്വയർഡ് വെൻ എ പേഴ്സൺ ഈസ് എക്സ്പോസ്ഡ് ടു ആൻറ്റിജൻസ് ത്രൂ വാക്സിനേഷൻ, അതായത് വാക്സിനേഷനിലൂടെ കിട്ടുന്ന ആൻറ്റിജൻസിനോട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോസ് ആവുന്ന സമയത്ത്, വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് ആൻഡ് മെമ്മറി സെൽസ് വിതൗട്ട് കോസിങ് ദ ഡിസീസ്. അതായത് ആ ഡിസീസ് വരാണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡി ക്രിയേറ്റ് ആവും. ഈ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിക്കാണ് ഈ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ആ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ആവുന്നത് വാക്സിനേഷനിലൂടെയാണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡിസീസ് ഡസ് മോസ്കിറ്റോ ട്രാൻസ്മിറ്റഡ് പാത്തജൻ കോസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ്, അതായത് ലിംഫാറ്റിക് വെസൽസിൻ്റെ ക്രോണിക് ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് എവിടെയാണ്, എലിഫന്റിയാസിസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. സോ ഫൈലേറിയൽ വേമാണ് അത് കോസ് ചെയ്യുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെക്ടറാണ്, വെക്ടർ മോസ്കിറ്റോ ആയിട്ടുള്ള ക്യൂലെക്സ് എന്ന് പറയുന്ന മോസ്കിറ്റോ കേട്ടോ. ക്യൂലെക്സ് എന്ന് പറയുന്ന ഒരു മോസ്കിറ്റോ ആണ് എന്താ, അത് ക്രിയേറ്റ് ആവുന്നത്. സോ ഇൻ വിച്ച് ഡിസീസ് ഡസ് മോസ്കിറ്റോ ട്രാൻസ്മിറ്റഡ് പാത്തജൻ കോസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ് എന്ന് വെച്ചാൽ നമുക്ക് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖമാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഡിസീസ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാനുണ്ട്. സോ എലിഫന്റിയാസിസ് ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ. ബാക്കിയുള്ള ഡിസീസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലിസ എന്ന് പറഞ്ഞാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ എന്നാണ് എലിസ എന്ന് പറയുന്നത്. യൂസ് ഇൻ ഡിറ്റക്ഷൻ ഓഫ്, എന്തിൻ്റെ ഡിറ്റക്ഷനാണ് എലിസ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തിൻ്റെ ഡിറ്റക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമുക്ക് എയ്ഡ്സ് ഉണ്ടോ, ഒരാൾക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടോ, HIV വൈറസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ, അവിടെ ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ആവുന്നുണ്ട്, അവിടെ ആൻറ്റിജൻ പ്രസൻ്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എലിസ അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ എന്ന് പറയുന്നത്. സോ എയ്ഡ്സ് ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടെറ്റനസും ട്യൂബർകുലോസിസും അതുപോലെ തന്നെ ഹേ ഫീവറൊക്കെ നമ്മൾ ഹേ ഫീവർ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ടെറ്റനസും ട്യൂബർകുലോസിസും നമ്മൾ പറഞ്ഞത് ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പം ഇത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ, എന്തിനെ ടെസ്റ്റ് ചെയ്യാനാണ്, എയ്ഡ്സ് ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സോ
നമ്മൾക്ക് നോക്കാം. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ ELISA is a common test used to detect HIV antibodies in blood. അതായത് HIV ക്രിയേറ്റ് ചെയ്യുന്ന ആന്റിബോഡീസ് നമ്മുടെ ബ്ലഡിലുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് എന്ത് ELISA എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് എയ്ഡ്സിന്റെ പ്രസൻസ് ഉണ്ടോ. ഇത് മോസ്റ്റ് കോമൺലി ഇങ്ങനെയുള്ള വൈറസ് ഡിസീസിനാണ് നമ്മൾ ELISA എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ മോസ്റ്റ്ലി ആന്റിബോഡി ബേസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് ELISAയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓപ്ഷൻ സി എന്നാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോമൺ കോൾഡ് ഈസ് നോട്ട് ക്യൂർഡ് ബൈ ആന്റിബയോട്ടിക് ബിക്കോസ് ഇറ്റ് ഈസ്. അതായത് കോമൺ കോൾഡ് നമ്മൾ ആന്റിബയോട്ടിക്സ് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ കോമൺ കോൾഡ് മാറില്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോമൺ കോൾഡ് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് റൈനോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. റൈനോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് മോസ്റ്റ് കോമൺലി. റൈനോ വൈറസിന്റെ സ്പെഷ്യൽ ഒരുപാട് സ്പീഷീസുകളുണ്ട് റൈനോ വൈറസിന്. അപ്പോൾ റൈനോ വൈറസിന്റെ ഒരുപാട് സ്പീഷീസുകളാണ് നമുക്ക് കോമൺ കോൾഡ് കോസ് ചെയ്യുന്നത്. ഈ വൈറസുകൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആന്റിബയോട്ടിക്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആന്റിബയോട്ടിക്സ് എപ്പോഴും വർക്ക് ചെയ്യുക നമ്മൾ ബാക്ടീരിയക്കെതിരെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. കോസ് ബൈ എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിലും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിലും ബാക്ടീരിയ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ സെൽ വാൾ അനുസരിച്ച് ഗ്രാം നെഗറ്റീവ് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ഉണ്ട്. അത് നമ്മൾ സെൽ ആൻഡ് ടിഷ്യൂസ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യും, ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യും. അപ്പം ഇതൊന്നല്ല ആൻസർ. ഗ്രാം പോസിറ്റീവ് അല്ല, ഗ്രാം നെഗറ്റീവ് അല്ല. നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ല എന്ന് പറയുന്നത് കോമൺ കോൾഡ്. കോമൺ കോൾഡ് ഈസ് എ ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതായത് കമ്മ്യൂണിക്കേബിൾ ഡിസീസ് ആണ്. അത് തൊട്ടടുത്ത് കോൺടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും. അപ്പോൾ ഇതെന്തല്ല, നമ്മുടെ ഓപ്ഷൻ അല്ല. കോസ് ബൈ എ വൈറസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോമൺ കോൾഡ് റൈനോ വൈറസിന്റെ ഡിഫറെന്റ് സ്പീഷീസുകളാണ് കോസ് ചെയ്യുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ആന്റിബയോട്ടിക് വൈറസിനെതിരെ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ് എന്ത് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. ഇൻ ന്യൂമോണിയ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് ഇൻ ആൽവിയോളൈ ഓഫ് ദ ലങ്സ്. അതായത് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൽവിയോളൈ അല്ലേ, നമ്മുടെ ലങ്സിന്റെ സ്മോൾ എയർ സാക്സിനെയാണല്ലോ നമ്മൾ ആൽവിയോളൈ എന്ന് വിളിക്കുന്നത്. ആ ആൽവിയോളൈനെയാണ് ഇൻഫെക്ഷൻ സംഭവിക്കുക. അവിടെയാണ് ഇൻഫെക്ഷൻ ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക എന്നാണ് പറയുന്നത്. എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ആൽവിയോളൈലൊക്കെ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും, അതായത് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും, നമുക്ക് റെസ്പിറേഷന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ആവും. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫാറ്റൽ കണ്ടീഷനിലേക്ക് വരെ കൊണ്ടുപോകുന്ന ഒരു ഡിസീസാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്, ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ടൈഫോയിഡ് ഫീവർ ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുക. സോ ഇതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ടൈഫോയിഡ് ക്രിയേറ്റ് ചെയ്യുന്ന സാൽമണല ടൈഫി എന്ന് പറയുന്ന വൈറസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, നമ്മൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ന്യൂമോണിയ either ബാക്ടീരിയ ആവാം അല്ലെങ്കിൽ വൈറസ് ആവാം. വൈറസും ക്രിയേറ്റ് ആവുന്നുണ്ട്, ബാക്ടീരിയയും ന്യൂമോണിയ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ഓരോ ടൈപ്പിനനുസരിച്ചും മാറും കേട്ടോ. അപ്പം ഇത് എന്താണ്, നമ്മൾ ടൈഫോയിഡ് ഫീവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് വെച്ചിട്ടാണ്. സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ആന്റിബയോട്ടിക്സ് ലൈക്ക് പെൻസിലിൻ ക്യാൻ ബി യൂസ് ടു ട്രീറ്റ് കോമൺ കോൾഡ്. കോമൺ കോൾഡിനെതിരെ യൂസ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കോമൺ കോൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന റൈനോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ്. ഈ പെൻസിലിൻ കോസ് ലൈസിസ് ഓഫ് വൈറൽ സെൽസ് ആണോ, വൈറസിനെ കൊല്ലാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പെൻസിലിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്ടീരിയൽ സെൽസിനാണ്, അതായത് ബാക്ടീരിയൽ സെൽ വാൾസിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ പെൻസിലിൻ കോസസ് ലൈസിസ് ഓഫ് ബാക്ടീരിയൽ സെൽസ് ആണെങ്കിൽ എന്താണ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു. ബട്ട് ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് റോങ് ആയിട്ടാണ് തന്നത്. സോ അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ വൈറസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈനോ വൈറസസ് എന്ന് പറയുന്ന വൈറസ് ആണ് എന്ത് കോമൺ കോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് ആന്റിബയോട്ടിക്സ് ലൈക്ക് പെൻസിലിൻ ആർ എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ നോട്ട് വൈറസസ്. വൈറസസിനെതിരെയല്ല, ബാക്ടീരിയക്കെതിരെയാണ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദസ് ആന്റിബയോട്ടിക്സ് ആർ നോട്ട് യൂസ്ഡ് ടു ട്രീറ്റ് ദ കോമൺ കോൾഡ്. അതായത് കോമൺ കോൾഡിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു പെൻസിലിൻ എന്ന് പറയുന്ന ഈ ഒരു ആന്റിബയോട്ടിക് നമ്മൾ യൂസ് ചെയ്യില്ല. സോ ഇതെന്താണ്, ഇത് തെറ്റാണ് അല്ലേ. നമ്മൾ ആ യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമുക്ക് നോക്കാം. റീസൺ
കൊടുത്തുള്ളത് പെൻസിലിൻ വർക്ക്സ് ബൈ ദ ഇൻഹിബിറ്റിംഗ് ബാക്ടീരിയൽ സെൽ വാൾ. ബാക്ടീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയൻ്റെ സെൽ വാളിനെയാണ് അത് അഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് ലീഡിങ് ടു ലൈസിസ് ഓഫ് ബാക്ടീരിയൽ സെൽസ് നോട്ട് വൈറൽ സെൽസ്. അതായത് വൈറൽ സെല്ലിനെയല്ല ലൈസ് ചെയ്യില്ല. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യും, അതായത് അവർ ഇല്ലാതാക്കും. ബാക്ടീരിയൽ സെൽവാളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ഇല്ലാണ്ടായി അല്ലേ. അതുപോലെ തന്നെ വൈറസിൻ്റെ സെൽവാൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വൈറസ് ഇല്ലാണ്ടായി. സോ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയലിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് അതിനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. സോ ആൻറ്റിബയോട്ടിക്സ് എന്തിനെതിരെയാണ്? ബാക്ടീരിയക്കെതിരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും പെൻസിലിൻ ക്യാൻ ബി യൂസ്ഡ്, അല്ലെങ്കിൽ പെൻസിലിൻ കോസസ് ലൈസിസ് ഓഫ് വൈറൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അതും അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് അഡ്വാൻറ്റേജസ് ടു ഗീവ് ദ പോളിയോ വാക്സിൻ ഓറലി. നമ്മളെപ്പോഴും നമ്മൾ ചെറുതാവുന്ന സമയത്തൊക്കെ നമുക്ക് പോളിയോ വാക്സിൻ തരുന്നത് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറലി ആണ് അല്ലേ, നമ്മൾ വായ്ക്ക് അകത്തേക്കാണ് നമുക്ക് തരുന്നത്. ഓറലി ആയിട്ടാണ് പോളിയോ വൈറസ് അല്ലെങ്കിൽ പോളിയോ വാക്സിൻ അല്ലെങ്കിൽ പോളിയോ മെഡിസിനൊക്കെ നമുക്ക് തരുന്നത് അല്ലേ. പോളിയോക്ക് എതിരെയില്ല ആ വാക്സിനേഷൻ നമുക്ക് തരുന്നത് എന്താണ്? നമുക്ക് പോളിയോ വാക്സിൻ നമുക്ക് ഓറലിയാണ് തരുന്നത്. എന്തുകൊണ്ടാണ് ഓറലി തരുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്റ്റൊമക്കിലൊക്കെയാണ് എന്താ പോളിയോ വൈറസ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ നമ്മുടെ കൈയൊക്കെ വൃത്തിയില്ലെങ്കിൽ ക്ലീൻ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലേക്കൊക്കെ എത്താൻ പോകുന്ന ഒരു വൈറസാണ് പോളിയോ മൈലിറ്റീസ് എന്ന് പറയുന്ന പോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈറസ്. സോ ആ വൈറസ് ആദ്യം നമ്മളെ മൗത്തിലൂടെ എത്തി സ്റ്റൊമക്കിൽ നിന്നാണ് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. എന്നിട്ട് നമ്മുടെ ബോഡി പാരലൈസ്ഡ് ആവും. അതായത് അത് ഇൻഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, പാരലിസിസിലേക്ക് വരും. അത് നമുക്ക് പിന്നീട് നമ്മുടെ കാലൊന്നും നമുക്ക് വയ്യാണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് പോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ പോളിയോ വൈറസ് നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് നമ്മൾ ഫുഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വായിലൂടെയൊക്കെയാണ്, നമ്മുടെ മൗത്തിലൂടെയൊക്കെയാണ് നമുക്ക് എൻട്രി വരുന്നത്. സോ ആ എൻട്രി ഒഴിവാക്കാൻ, അതുപോലെ തന്നെ നമ്മൾ സ്റ്റൊമക്കിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പോളിയോ വാക്സിൻസ് എല്ലാം ഓറലിയാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇറ്റ് ഈസ് കൺസിഡേർഡ് അഡ്വാൻറ്റേജസ് ടു ഗീവ് ദ പോളിയോ വാക്സിൻ ഓറലി കൊടുക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എൻട്രി വന്നിട്ടുള്ള പോളിയോ വൈറസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ഓറലി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൊമക്കിലേക്കാണ് എത്തുന്നത്. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ അവിടെ ഒരു ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് എന്താണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റൊമക്കിൽ ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഡിസീസിനെതിരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രിവെൻറ്റ്സ് റീഇൻഫെക്ഷൻ ബൈ കോസിങ് ഇൻറ്റസ്റ്റൈനൽ ഇമ്മ്യൂണിറ്റി. അതായത് ഇറ്റ് പ്രിവെൻറ്റ്സ് റീഇൻഫെക്ഷൻ, അതായത് നമുക്കൊരു ഇൻഫെക്ഷൻ വരുന്നതിന് അത് പ്രിവെൻറ്റ് ചെയ്യും. ബൈ കോസിങ് ഇൻറ്റസ്റ്റൈനൽ ഇമ്മ്യൂണിറ്റി, നമുക്ക് ഇൻറ്റസ്റ്റൈനലും സ്റ്റൊമക്കിനും എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഓറലി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തരും. ഓക്കെ, അപ്പോൾ എന്താണ് കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ കറക്റ്റ് റീസൺ ആയിട്ടല്ലേ സെക്കൻഡ് വൺ കൊടുത്തുള്ളത്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നോക്കാം. യെസ്, നമ്മൾ ഓപ്ഷൻ എ തന്നെയാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻറ്റസ്റ്റൈനൽ ഇമ്മ്യൂണിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പോളിയോ മൈലിറ്റീസ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ അകത്തേക്ക് വരുന്നത് നമ്മൾ ക്ലീൻ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഒന്നും ക്ലീൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അകത്തേക്കൊക്കെ ഫുഡിലൂടെയൊക്കെ വരുന്നതാണ്. സോ അവിടെ സ്റ്റൊമക്കിന് എന്ത് ചെയ്യണം, നമ്മൾ ഇമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റൊമക്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻഷൻ മെഷേഴ്സ് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ആ പോളിയോ എന്ന് പറയുന്ന ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റീസൺ കറക്റ്റായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അസേഷന്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചുള്ളത്. അത് നമുക്കൊരു ഡിസീസുകൾ തന്നിട്ടുണ്ട്, ഡിസീസ് കോസിങ് പാത്തജൻസ് തന്നിട്ടുണ്ട്. ആ പാത്തജൻസിനെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാച്ച് ചെയ്യണം. സോ നമ്മൾ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ നമ്മൾ എലിഫന്റിയാസിസ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ലിംഫാറ്റിക് വെസിൽസിന്റെ സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്. ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന ആളാണ്. എന്ത്, ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന ആളാണ് ഫൈലേറിയാസിസ്, അതാണ് കോസേറ്റീവ് ഏജന്റ്. ഓക്കെ, ഇനി അമീബയാസിസ് എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഒരു അമീബയാണ് എന്ത്, നമ്മുടെ അമീബയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. ഇനി ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു കോസേറ്റീവ് ഏജന്റ് ആണ്. റിംഗ് വേം എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് റിംഗ് വേം. ആ പേരിൽ നമുക്ക് തോന്നും റിംഗ് വേം ആണല്ലോ, വേം അല്ല, അത് റിംഗ് വേം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ചൊറി എന്ന് പറയില്ല, നമ്മൾ വട്ടച്ചൊറി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ വട്ടച്ചൊറിയൊക്കെ ഉണ്ടാക്കുന്നത് റിംഗ് വേം ഉണ്ടാക്കുന്നത് ട്രൈക്കോഫൈറ്റ് എന്ന് പറയുന്നൊരു ഓർഗാനിസം ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും പി കറക്റ്റായിട്ട് മാച്ച് ആവുന്നത് 3ലേക്കാണ്, ക്യൂ കറക്റ്റായിട്ട് മാച്ച് ആവുന്നത് 4ലേക്കാണ്, ആർ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് 1ലേക്കാണ്, എസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് 2ലേക്കാണ്. സോ ഏതാണ് ഓപ്ഷൻ പി
3 ഏതെങ്കിലും ഉണ്ടോ? P3 എന്ന് പറയുന്ന ഓപ്ഷൻ സി ഉണ്ട്. അതുപോലെ തന്നെ Q4 ആണോ? Q4 ആണ്. R1 ആണോ? R1 ആണ്. S2 ആണ്. യെസ്, S2 ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സജഷൻ: ഫൈലേറിയൽ worm is transmitted to humans by Culex mosquito. ക്യൂലെക്സ് മോസ്കിറ്റോ എന്ന് പറയുന്ന മോസ്കിറ്റോ ആണ് നമ്മൾ വെക്ടറായിട്ട്, അതായത് ഫൈലേറിയൽ വേംസിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെക്ടർ. അതിന് വെക്ടർ എന്നാണ് വിളിക്കുക കേട്ടോ. അതായത് ഡിസീസ് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഡിസീസ് കോസേറ്റീവ് ഏജന്റിനെ കൊണ്ടുപോയിട്ട് ഹോസ്റ്റിൽ നിക്ഷേപിക്കുന്ന ആളെ അല്ലെങ്കിൽ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുക. അപ്പം ഡിസീസ് കോസിങ് ഏജന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുക. ആ വെക്ടർ എന്ന് പറയുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ആരുടെ കേസിൽ? ഫൈലേറിയൽ വേംസിന്റെ കേസിൽ, അല്ലെങ്കിൽ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ മന്ത് രോഗത്തിന്റെ കേസിൽ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് എന്ത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ക്യൂലെക്സ് മോസ്കിറ്റോ പ്രിവേഴ്സ് ടു ബ്രീഡ് ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിലല്ല, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്രാക്കിഷ് വാട്ടറിലാണ്, അല്ലെങ്കിൽ ചളി വെള്ളം ഉണ്ടല്ലോ, അതായത് വൃത്തികെട്ട, അതായത് നമുക്ക് കുടിക്കാനൊന്നും അനുയോജ്യമല്ലാത്ത വെള്ളം ഉണ്ടല്ലോ, പ്രാക്ടീസ് വാട്ടറിൽ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറിലായിരിക്കും ക്യൂലെക്സ് മോസ്കിറ്റോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. കണ്ടാമിനേറ്റഡ് വാട്ടറിലായിരിക്കും ക്യൂലെക്സ് മോസ്കിറ്റോ ഏറ്റവും ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടറിലാണ് ഉണ്ടാവുക, ഫ്രഷ് വാട്ടറിലല്ല ഉണ്ടാവുക. ഇത് ശരിയാണ്, ഇത് റോങ് ആണ്. ഫ്രഷ് വാട്ടറിലല്ല ബ്രീഡ് ചെയ്യുക, അവർ കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടറിലാണ് ക്യൂലെക്സ് മോസ്കിറ്റോ എന്ത് ചെയ്യുക, ബ്രീഡ് ചെയ്യുക. സോ വെക്ടർ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ഫൈലേറിയൽ ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസത്തിനെ ഹോസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. സോ ഇറ്റ് ഈസ് എ വെക്ടർ. അതെന്താണ്? കറക്റ്റ് ആണ്. ഇനി അത് ബ്രീഡ് ചെയ്യുക ബ്രാക്കിഷ് വാട്ടറിൽ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറിലായിരിക്കും. സോ അത് ഈസിലി പറയാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണ്? ശരിയാണ്. സെക്കൻഡ് വൺ ഫോൾസ് ആണ്. അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് എന്താ നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് കണ്ടീഷൻ വേർ ബോഡി ഡിഫെൻസ് മെക്കാനിസം റെക്കഗ്നൈസസ് ഇറ്റ്സ് ഓൺ സെൽ ആസ് ഫോറിൻ ബോഡീസ്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, നമ്മുടെ ഉള്ളിലുള്ള സെൽ തന്നെ അത് ഫോറിൻ ബോഡീസ് ആണ് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളിലുള്ള സെല്ലുകൾ തന്നെ എന്ത് ചെയ്യും, നശിപ്പിക്കാൻ തുടങ്ങും. ഈ ഒരു ഡിസോർഡറിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് നമ്മളെ എയ്ഡ്സ് ഡിസീസിലൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. എയ്ഡ്സ് ഡിസീസിലൊക്കെ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഒക്കെ ആണ് ഉണ്ടാവുന്നത്. സോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ വേർ ബോഡി ഡിഫെൻസ് മെക്കാനിസം റെക്കഗ്നൈസ് ഇറ്റ്സ് ഓൺ സെൽസ് ആസ് ഫോറിൻ ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. ഇനി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് എ കണ്ടീഷൻ വേർ ബോഡി ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ് സെൽസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസാണ്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ഉള്ളിലുള്ള സെൽസിനെ എന്ത് ചെയ്യാം, ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സോ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് എ കണ്ടീഷൻ വേർ ബോഡി ഡസ് നോട്ട് എന്ന് പറഞ്ഞ ബോഡി എന്ത് ചെയ്യില്ല, ബോഡി അതിനെതിരെ നമ്മുടെ സെല്ലിനെതിരെ എന്ത് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡിസീസാണ് എന്ത്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. സോ ഇതെന്താണ്? റോങ് ആണ്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതിനെതിരെ, അതായത് ആ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽഫായിട്ടുള്ള സെൽസിനെ എന്ത് ചെയ്യും, അത് ഡിസ്ട്രോയ് ചെയ്യാൻ പോവും. അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ബോഡി സെൽസൊക്കെ വീക്കായി, നമുക്ക് ഇമ്മ്യൂണിറ്റി എല്ലാം ലോസ് ആയി നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫാറ്റൽ കണ്ടീഷനിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇൻ ആൻ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് certain pathogen caused a disease in primates എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാർ നമ്മളൊക്കെ വരുന്നത് പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് കേട്ടോ. വിത്ത് നീസൽ കഞ്ചക്ഷൻ, അതായത് പ്രൈമേറ്റ്സിൽ നീസൽ കഞ്ചക്ഷൻ, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നീസൽ കഞ്ചക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സോർ ത്രോട്ട്, അതായത് തൊണ്ടയിൽ ഒരു നമ്മൾ കരകരപ്പ് എന്ന് പറയില്ല അല്ലേ, ആ ഒരു സോർ ത്രോട്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഫീവർ, നമുക്ക് പനിയുണ്ട്. അതുപോലെ തന്നെ ബീങ് ദ കോമൺ സിംറ്റംസ്, അതാണ് കോമൺ സിംറ്റംസ് ആയിട്ട് വന്നുള്ളത്. ദ സയന്റിസ്റ്റ് ഇൻജക്റ്റഡ് ആൻഡ് എക്സ്ട്രാക്ട് ഫ്രം ബ്ലൂ ഗ്രീൻ മോൾഡ് ആസ് ദ ഫസ്റ്റ് ലൈൻ ആക്ഷൻ. അതായത് ബ്ലൂ ഗ്രീൻ മോൾഡിൽ നിന്ന്, അതായത് ഫംഗസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലൈൻ ആക്ഷൻ ആയിട്ട് ഒരു എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാക്ട് ചെയ്ത ഇഞ്ചക്ഷന്റെ പേരാണ് പെൻസിലിൻ എന്ന് പറയുന്നത് കേട്ടോ.
പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആയിരിക്കും അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹൗവർ ദ സിംറ്റംസ് ഡിഡ് നോട്ട് സബ്സൈഡ്, അതായത് ഈ ഒരു സിംറ്റംസ് നമ്മൾ അത് ഇഞ്ചെക്ട് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദ പോസിബിൾ കോസേറ്റീവ് ഏജന്റ് ഓഫ് ദ ഡിസീസ് വേർ ലിസ്റ്റഡ് ഔട്ട് ആസ് ഫോളോസ്. അതായത് ഈ പെൻസിലിന് എപ്പോഴും ഒരു ആൻറ്റിബയോട്ടിക് ആണ്. നമുക്കറിയാം പെൻസിലിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഈ ആൻറ്റിബയോട്ടിക് ആർക്കെതിരെയാണ് വർക്ക് ചെയ്യുക? ബാക്ടീരിയക്കെതിരെയാണ് വർക്ക് ചെയ്യുക അല്ലെ. ബാക്ടീരിയക്കെതിരെയാണ് ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യുക. അപ്പോൾ ബാക്ടീരിയനായിരിക്കും ഇത് കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുക അല്ലെ. അപ്പം നമുക്ക് ഈ ഒരു അസുഖം വന്നു, ഈ അസുഖം വന്നിട്ട് നമുക്ക് ഈ ഒരു കോമൺ കോൾഡ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു കോമൺ കോൾഡ് പോലെയുള്ള കണ്ടീഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോർ ത്രോട്ട് ഉണ്ട്, നീസൽ കഞ്ചക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫീവറും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസീസ് വന്ന സമയത്ത് നമ്മളൊരു പെൻസിലിൻ അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിബയോട്ടിക് ഇട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ സിംറ്റംസ് ഒന്നും മാറിയിട്ടില്ല. ദ പോസിബിൾ കോസേറ്റീവ് ഏജൻസ് ഓഫ് ദ ഡിസീസ് വേർ ലിസ്റ്റഡ് ഔട്ട് ആസ് ഫോളോസ്. ഇതിൽ ഏതായിരിക്കും നമ്മളുടെ പോസിബിൾ ആയിട്ടുള്ള ഡിസീസ് കോസിങ് ഏജന്റ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈറസ് ആണോ, ഫംഗസ് ആണോ, കഞ്ചക്ഷൻ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ ആണോ, ടേപ്പ് വോം ആണോ, ഏതായിരിക്കും? നമുക്ക് ഈസിലി പറയാൻ പറ്റും ഒരു വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ഒരു കോൺജുഗേഷൻ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ ആണോ? അല്ല, ബാക്ടീരിയക്ക് എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ടേപ്പ് വോമും ഫംഗസും ഒന്നുമല്ല. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പാത്തജൻ. പാത്തജൻ ഏതായിരിക്കും? വൈറസ് ആയിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഏത് ചെയ്യും, നമുക്ക് വൈറസ് ആയിരിക്കും. വൈറസിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെൻസിലിൻ യൂസ് ചെയ്യാൻ പറ്റില്ല. വൈറസിനെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്ടീരിയക്കെതിരെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക. സോ ഇതിൽ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും. 1 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. നേസൽ കഞ്ചക്ഷൻ ഓൾസോ കോൾഡ് സിനുസൈറ്റിസ് ഹാസ് സോർ ത്രോട്ട് ആൻഡ് ഫീവർ വിച്ച് ഈസ് കോസ്ഡ് ബൈ വൈറസ് കൊണ്ടാണ് ഇത് കോസ് ചെയ്യുന്നത്. കോൺജുഗേഷൻ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ ഹാസ് നോ റോൾ ഇൻ ഇറ്റ്. അതായത് ഇത് കോസ് ചെയ്യാൻ കോൺജുഗേഷൻ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ എന്തല്ല, അതിന് റോളൊന്നുമില്ല. Conjugation in bacteria is a process in which plasmids are transferred by themselves alone or along with the other DNA element from one cell to another cell through conjugation tube. അതായത് ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് പ്ലാസ്മിഡ്സിന്റെ ട്രാൻസ്ഫർ നടക്കുന്നതാണ് നമ്മൾ എന്താ പ്ലാസ്മിഡ്സിന്റെ ട്രാൻസ്ഫർ നടക്കുന്ന ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കോൺജുഗേഷൻ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ എന്ത് ചെയ്യില്ല, റോളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പെൻസിലിൻ ആർക്കെതിരെ വർക്ക് ചെയ്യില്ല, നമ്മളെ വൈറസിനെതിരെ വർക്ക് ചെയ്യില്ല. സോ ഓപ്ഷൻ 1 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ. സിനുസൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു കോമൺ നീസൽ കഞ്ചക്ഷൻ അല്ലെങ്കിൽ നീസൽ കഞ്ചക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു വൈറസിന്റെ പ്രസൻസ് കാരണമാണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ചുകൂടി നമുക്ക് ഡിസീസും അതുപോലെ തന്നെ ഡിസീസ് കോസേറ്റീവ് ഏജൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. ഈ ഒരു പാർട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് NSC JS എക്സാമിനൊക്കെ വരാനുണ്ടാവുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള DPP കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമ്മൾ XNY ഫ്രീ കോച്ചിങ് കൊടുക്കുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ NSC JSൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അതുപോലെ തന്നെ NSC JSൻ്റെ നമ്മളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം 2011 2012 ജനിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെൻറ്ററിൽ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പം തന്നെ അത് വാച്ച് ചെയ്യുക സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ. അതുപോലെ തന്നെ സെൻറ്റേഴ്സ് എല്ലാം നമ്മൾ കേരളത്തിൽ വളരെയധികം കുറവാണ് NSC JSന്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള സെൻറ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കുറവ് കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മൾ NSC JS. ഇത് കഴിഞ്ഞ് നമുക്ക് INJS ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത ലെവലിലേക്കൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് NSC JS. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്വയറീസോ കാര്യങ്ങളോ ഈ ഒരു പാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൾ.